ഹലോ. അപ്പോൾ നമ്മുടെ ഇലക്ഷനിങ് എത്തി അല്ലേ? ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു നിശ്ചിത തുക തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. എത്ര രൂപയാണ് ഈ ഒരു തുക എന്നറിയാമോ? പാർലമെൻറ്റ് ഇലക്ഷൻ ആണെങ്കിൽ 25,000 രൂപയാണ് ഒരു സ്ഥാനാർത്ഥി സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് ഇലക്ഷൻ കമ്മീഷനിൽ കൊടുക്കേണ്ടത്. നിയമസഭാ ഇലക്ഷന് 10,000 രൂപയാണ് കൊടുക്കേണ്ടത്. എന്തിനാണ് ഇങ്ങനൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് ചോദിച്ചാൽ വളരെ ഗൗരവമായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമാണ് ഇലക്ഷൻ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഗൗരവമായിട്ട് തന്നെ ഈ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണം. അപ്പോൾ സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടൊക്കെയുള്ള ഒരു ഇലക്ഷൻ നടത്താനെല്ലാം വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നത്. ഓക്കെ, അപ്പോൾ നിയമസഭാ ഇലക്ഷനിൽ ഓരോ സ്ഥാനാർത്ഥിയും 10,000 രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് ഇലക്ഷൻ കമ്മീഷനിൽ ഏൽപ്പിക്കേണ്ടത്. ഈ തുക തിരിച്ചു കിട്ടുമോ? ഈ തുക തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിയുമ്പോൾ വോട്ട് എണ്ണി കഴിയുമ്പോൾ സ്ഥാനാർത്ഥിക്ക് ആകെ സാധുവായ വോട്ടിൻ്റെ 1/6 ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിൻ്റെ കാര്യം മറന്നേക്കൂ. ആ എമൗണ്ട് ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചു കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ ആകെ സാധുവായ വോട്ടിൻ്റെ 1/6 വോട്ട് നേടിയിരിക്കണം ഈ സെക്യൂരിറ്റി എമൗണ്ട് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആകെ സാധുവായ വോട്ടിൻ്റെ 1/6 1/6 കുറയാൻ പാടില്ല. സ്ഥാനാർത്ഥിയുടെ വോട്ട് 1/6 കുറഞ്ഞാൽ ആ തുക പിന്നെ മറന്നേക്കൂ, അത് തിരിച്ചു കൊടുക്കില്ല. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നൊരു ഡിസിഷൻ നല്ല കാര്യമാണോ? എന്താണ് ഇതേപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുമല്ലോ.